ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം, ഷെയ്ഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ഫാൾട്ടുകൾ വരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പലരും പറയുന്ന കാര്യമാണ് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അയാളുടെ പല്ലുന്തിയതായിട്ടോ കണ്ണ് കുഴിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ കവിള് വീർത്തതായിട്ടോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന എല്ലാവർക്കും ഒരുവിധം ഡ്രോയിങ്ങിന് കഴിവുള്ള ആൾക്കാരാണ്. ഔട്ട്ലൈൻ വരയ്ക്കുന്ന എല്ലാവരും ഡ്രോയിങ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാനുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ഷെയ്ഡിങ് ചെയ്യാനുള്ള മിസ്റ്റേക്കുകൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതേപോലുള്ള ഫാൾട്ടുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് ഷെയ്ഡിങ്. ഇപ്പോൾ വാട്ടർ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓയിൽ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ആയിട്ട് എല്ലാത്തിലും ഷെയ്ഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അല്ല വാട്ടർ കളർ എന്നങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ലൈറ്റും ഡാർക്കും ഷെയ്ഡും ഷാഡോയും ഒക്കെ തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബേസ് നോക്കുമ്പോൾ പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് നമ്മൾ നോക്കാനുള്ളത്. പെൻസിലിൽ ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതേ തിയറി നമ്മൾ വാട്ടർ കളറിലോട്ട് അതേ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടാകും. ഓക്കെ, ഗോളം അതായത് നമ്മളിപ്പോൾ ഉരുണ്ട ഷേപ്പുകൾ ഷെയ്ഡ് ചെയ്യാൻ അറിഞ്ഞുകൊടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ കവിളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരു റൗണ്ട് ഷേപ്പ് മാത്രമല്ല ഒരു ഗോളത്തിൻ്റെ പാർട്ടാണ്. അതായത് പെരിയൊരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് വീർത്തൊരു ഭാഗം ഗോളാകൃതിയിലുള്ള. അപ്പോൾ ഗോളം ഷെയ്ഡ് ചെയ്ത് പഠിച്ച ഒരാൾക്ക് ഒരുപക്ഷെ അത് നന്നായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ അറിഞ്ഞുകൂടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗോളം നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് പ്രതലം ചെയ്യും പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കവിൾ ഉരുണ്ടതായിട്ട് കിട്ടത്തില്ല, ചപ്പിയതായിട്ടേ കിട്ടത്തുള്ളൂ. അതായത് ഒരു നിരന്ന പ്രതലമായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട് 1 വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫേസ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്ന് പറയും. ഇന്ന് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ട് തോന്നാം, എങ്കിലും തീർച്ചയായും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 2B പെൻസിലും അതുപോലെ തന്നെ ഒരു 8B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു എറേസർ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഔട്ട്ലൈൻ്റെ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കാം. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു സർക്കിളാണ് വരയ്ക്കുന്നത്. നമ്മളൊരു ഗോളം എങ്ങനെ ഷെയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഗോളം ഷെയ്ഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എല്ലാം ഷെയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഗോളത്തിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യം പകുതിയിലൂടെ അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇടത്തെ സൈഡ് അതായത് താഴെ വരുന്ന ഭാഗം ഡാർക്കായിട്ടും മുകളിൽ വരുന്ന ഭാഗം ലൈറ്റായിട്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതായത് താഴെ വരുന്ന ഭാഗത്ത് കൂടുതലും ഡാർക്കും മുകളിൽ വരുന്ന ഭാഗത്ത് ഡാർക്ക് കുറഞ്ഞ് ലൈറ്റും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗം അതായത് ഇടത്തെ സൈഡിലെ ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പെൻസിൽ എപ്പോഴും കുറച്ച് സ്പേസ് നീക്കി വേണം പിടിക്കാനായിട്ട്. അതായത് പെൻസിൽ ഏറ്റവും തുമ്പിലായിട്ട് പിടിക്കാൻ പാടില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അധികം പ്രസ് ആവത്തില്ല, പേപ്പറിൽ ഡാമേജ് വരാനായിട്ട് സാധ്യത കുറവാണ്. അതുപോലെ നമുക്ക് പിക്ചർ നന്നായിട്ട് കാണാനായിട്ടും കഴിയും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഷെയ്ഡ് കൊടുക്കാനുള്ളത് അവിടെയെല്ലാം ജസ്റ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം പാർട്ട് ആയിട്ട് തിരിച്ച് വെച്ചിരുന്ന ഭാഗം മാച്ച് കളയുന്നുണ്ട്, ആ ലൈൻസ് മാച്ച് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് വരുന്നത് ഏറ്റവും മുകൾ ഭാഗത്താണ്. ഒരു ചെറിയൊരു കോണിൽ ഹൈലൈറ്റ് ആയിട്ട് വരും, അതായത് ലൈറ്റിൻ്റെ പ്രൊജക്ഷൻ വരും. അവിടെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ഭാഗത്ത് വീണ്ടും ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈൻസ് ഇട്ടാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. ലൈൻസുകൾ അടുത്തടുത്തിടുമ്പോൾ നമുക്ക് ഷെയ്ഡായിട്ടത് മാറും. അതുകൊണ്ട് നമ്മൾ ലൈൻസ് പതിയെ ഇടുന്നുണ്ട്, പേപ്പറിന് ഡാമേജ് ആകാത്ത രീതിയിൽ ഇടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു റിഫ്ലക്റ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗത്തിന് താഴെയായിട്ട്, അതായത് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തിന് ഏറ്റവും താഴെയായിട്ട് ഒരു റിഫ്ലക്റ്റ് ലൈറ്റ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിന് മുകളിൽ നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ 8B പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8B പെൻസിലിട്ട് ഡാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിൽസാണ്. 75 രൂപയ്ക്ക് ഒരു പാക്കറ്റ് പെൻസിൽ നമുക്ക് ലഭിക്കും. നമുക്ക് റിയലിസ്റ്റിക് ഫോട്ടോസ് വരെ നമുക്ക് ഈ പെൻസിൽ കൊണ്ട് വരച്ചെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പെൻസിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൈഡിൽ കാണിച്ച പോലെ 2 കർവുകൾ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ വരച്ച സർക്കിളിൻ്റെ 2 ഭാഗങ്ങൾ, അത് ഇടത്തെ സൈഡും വലത്തെ സൈഡുമായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ ഇടത്തെ സൈഡ് വരുമ്പോൾ സിയുടെ ഷേപ്പിലും വലത്തെ സൈഡ് വരുമ്പോൾ ഓപ്പോസിറ്റ് സിയുടെ ഷേപ്പിലുമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് കൊണ്ടല്ല നമ്മൾ ഗോളം ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വൃത്തത്തിൽ ഈ കർവുകൾ കൊണ്ട് ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗോള രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റും ഷാഡോയും റിഫ്ലക്ഷൻ ലൈറ്റും എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ട്. അതായത് റിഫ്ലക്റ്റ് ലൈറ്റ് വരുന്നതിൻ്റെ ഏറ്റവും താഴ്ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്ക് വരും. അതിനുശേഷം നമ്മൾ ഷാഡോ ആണ് വരയ്ക്കുന്നത്, നിഴലാണ് വരയ്ക്കുന്നത്. നിഴൽ വരുന്നത് എപ്പോഴും ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ലൈറ്റ് എവിടെ നിന്നാണോ അടിക്കുന്നത്
അതായത് ലൈറ്റ് എവിടെ നിന്നാണോ പതിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് നിഴൽ കിട്ടുന്നത്. അപ്പോൾ നിഴൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. നിഴലിലും ഡാർക്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതായത് ഇപ്പോൾ ഡാർക്കായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളും ഡാർക്ക് കുറഞ്ഞ ഭാഗങ്ങളും ഉണ്ടാകും. അതായത് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതായത് നിലത്ത് തൊട്ടിരിക്കുന്ന ഭാഗത്ത് ഡാർക്ക് കൂടുതലും നിലത്ത് തൊടുന്നതിൽ നിന്ന് അകന്നു പോകുന്തോറും ഡാർക്ക് കുറഞ്ഞും വരും. ആ രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത്രയാകുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഗോളം എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റ്, വേറൊരു ഒബ്ജക്റ്റ്, ഗോളം അല്ലാതെ ഗോളത്തിൻ്റെ ഷേപ്പിൽ ഷെയ്ഡ് ചെയ്യാനുള്ള വേറൊരു കപ്പ് കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം കൈയിട്ട് ഫിംഗർ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നീറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ആ ലൈൻസൊക്കെ ഒന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ബ്ലെൻഡ് സ്റ്റിക്കും ബഡ്സും എല്ലാം ഉപയോഗിക്കാം. അത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഒരു ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ മെത്തേഡ് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് വരച്ചതിന് ശേഷം ഈ ഗോളത്തിൽ ചെയ്ത അതേ ഷെയ്ഡ് തന്നെ എങ്ങനെ നമുക്ക് ഒരു കപ്പിൽ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതായത് ഗോളാകൃതിയിലുള്ള ഒരു ഷേപ്പിൽ ചെയ്യുന്ന ഷെയ്ഡ് എങ്ങനെ വേറൊരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് കപ്പിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് അകവശം കാണാൻ കഴിയുന്നുണ്ട്. കപ്പിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ ഔട്ട്ലൈനിൽ കാണുന്ന കർവുകളുള്ള ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയാണോ കർവ് ഇരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ലൈൻസ് ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന അകവശത്ത് കുറച്ചുകൂടെ ഡാർക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രകാശം പതിക്കുന്നിടത്ത് ലൈറ്റായിട്ടും ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ ഡാർക്കായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കപ്പിൻ്റെ പുറം ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോളത്തിൻ്റെ ഷേപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ ഗോളം എങ്ങനെയാണോ കർവിട്ട് ചെയ്തത് അതിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഷേപ്പിലാണ് നമ്മൾ കപ്പിൽ ചെയ്യുന്നത്. അതായത് ഏത് ഭാഗം വന്നാലും നമ്മൾ ഈ ഉരുണ്ട ഭാഗങ്ങളാണ് വരുന്നതെങ്കിൽ ചെറിയ ചെറിയ കർവിൻ്റെ മോഡലുള്ള ഷേപ്പുകളാണ് നമ്മൾ വരുത്തേണ്ടത്. അതായത് താഴോട്ടായാലും മുകളിലോട്ടായാലും നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ചെറിയൊരു കർവ് ആയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. അത് ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ചെറിയ ചെറിയ കർവുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിഫ്ലക്റ്റ് ലൈറ്റും അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഗോളം എങ്ങനെയാണോ ഡാർക്ക് ചെയ്തത് അതുപോലെ വീണ്ടും ഡാർക്ക് ചെയ്യുന്നുണ്ട്. കർവായിട്ട് ഷെയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു റാ പോലെയോ സി പോലെയോ ചെയ്യണമെന്നല്ല. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ ഷേപ്പുകൾ നോക്കുക, വശങ്ങൾ നോക്കുക. അതിൽ നമുക്കിപ്പോൾ കർവുകൾ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ കപ്പിൽ നോക്കിയാൽ രണ്ട് വശങ്ങളിലും എങ്ങനെയാണോ കർവ് വരുന്നത്, അല്ലെങ്കിൽ മുകളിലും താഴെ എങ്ങനെയാണോ കർവ് വരുന്നത്, ആ ഒരു നിലയ്ക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും നമ്മളൊരു സിയോ റാ പോലെ അല്ല. ഇപ്പോൾ നമ്മൾ ആ ഔട്ട്ലൈൻ, അതായത് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ആ ഷേപ്പ് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട്. ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു ജീവൻ വരുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ വരച്ച ഔട്ട്ലൈനിന് കണക്കായ ഒരു ഷെയ്ഡ് അതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ചല്ല ഷെയ്ഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്ലൈനിനനുസരിച്ച ഒരു രൂപമായിരിക്കത്തില്ല നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഔട്ട്ലൈനിന് എങ്ങനെയാണോ ഷെയ്ഡ് വേണ്ടത് അതനുസരിച്ചുള്ള കർവുകളും അതനുസരിച്ചുള്ള ലൈറ്റും അതനുസരിച്ചുള്ള ഷെയ്ഡുകളും അതനുസരിച്ചുള്ള ഷാഡോയും അതൊക്കെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കപ്പിൽ പ്രകാശം പതിക്കുന്നത് ഏകദേശം മധ്യഭാഗത്ത്, അതായത് താഴെ നിന്ന് അല്പം മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് പ്രകാശം പതിക്കുന്നതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ലൈറ്റ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാഡോ വരുമ്പോൾ, അതായത് നിഴൽ വരുമ്പോൾ അല്പം മുകൾ ഭാഗത്തേക്കായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ഗോളം ചെയ്തപ്പോൾ നേരെ താഴേക്കും, ഇത് ചെയ്യുമ്പോൾ അല്പം മുകളിലേക്കുമാണ്. അതിപ്പോൾ നമ്മൾ പ്രകാശം അനുസരിച്ചാണ് ചെയ്യുന്നത്. എവിടെ നിന്നാണോ പ്രകാശം പതിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന നിഴൽ വരുന്നത്. ഓക്കെ, നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിഴലിലും ചെറിയ ഏറ്റക്കുറച്ചിൽ കാണും. ഇരുൾച്ച, അതായത് ഡാർക്കിന് അല്പം ഏറ്റക്കുറച്ചിൽ കാണും. അത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതായത് എങ്ങനെ നമുക്കിപ്പോൾ ഒരു ഷെയ്ഡ് ഒരു ഒബ്ജക്റ്റിൽ, അതായത് ഒരു ഷേപ്പിലായിരിക്കുന്ന വസ്തുവിന് ഷെയ്ഡിലൂടെ എങ്ങനെ ഷേപ്പ് കൊണ്ടുവരാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.